ഫൗണ്ടേഷൻ ഓഫ് പൊളിറ്റിക്കൽ സയൻസ് എന്ന പൊളിറ്റിക്കൽ സയൻസിൻ്റെ ഫസ്റ്റ് സെമ്മിലെ കോർ പേപ്പറിൻ്റെ ഒന്നാമത്തെ മൊഡ്യൂളാണ് നമ്മൾ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്നത്. ഒന്നാമത്തെ മൊഡ്യൂളിലെ പാർട്ട് എ മീനിങ്, സ്കോപ്പ് ആൻഡ് സിഗ്നിഫിക്കൻസ് ഓഫ് പൊളിറ്റിക്കൽ സയൻസ് എന്ന ഭാഗം നമ്മൾ പറയുകയുണ്ടായി. ഇനി നമ്മൾ പറയുന്നത് പാർട്ട് ബി ആണ്. അപ്രോച്ചസ് ടു ദ സ്റ്റഡി ഓഫ് പൊളിറ്റിക്കൽ സയൻസ്. പൊളിറ്റിക്കൽ സയൻസ് പഠനത്തിൻ്റെ സമീപനങ്ങളാണ്. എന്താണ് പൊളിറ്റിക്കൽ സയൻസ് പഠനത്തിൻ്റെ സമീപനം എന്ന് പറയുന്നത്? രാഷ്ട്രീയ പ്രതിഭാസങ്ങളെ പരിശോധിക്കുന്നതിനും വിശകലനം ചെയ്യുന്നതിനും പണ്ഡിതന്മാരും ഗവേഷകരും ഉപയോഗിക്കുന്ന വിവിധ രീതികളെയും കാഴ്ചപ്പാടുകളെയും പൊളിറ്റിക്കൽ സയൻസ് പഠനത്തിനുള്ള സമീപനങ്ങൾ എന്ന് പറയുന്നു. രാഷ്ട്രീയ പണ്ഡിതന്മാർക്കും ഗവേഷകർക്കും രാഷ്ട്രീയം മനസ്സിലാക്കാനും വ്യാഖ്യാനിക്കാനും കഴിയുന്ന വ്യത്യസ്ത വീക്ഷണങ്ങൾ നൽകാൻ ഈ സമീപനങ്ങൾ സഹായിക്കുന്നു. അപ്പോൾ സമീപനം എന്ന് പറയുന്നത് രാഷ്ട്രീയ പ്രതിഭാസങ്ങളെ പരിശോധിക്കുന്നതിനും വിശകലനം ചെയ്യുന്നതിനും പണ്ഡിതന്മാരും ഗവേഷകരും ഉപയോഗിക്കുന്ന വിവിധ രീതികളാണ്, വിവിധ കാഴ്ചപ്പാടുകളെയാണ് സമീപനങ്ങൾ എന്ന് പറയുന്നത്. പൊളിറ്റിക്കൽ സയൻസ് പഠനത്തിലെ സമീപനങ്ങളെ പൊതുവെ അതിൻ്റെ സ്വഭാവമനുസരിച്ച് രണ്ടാക്കി തരംതിരിച്ചിട്ടുണ്ട്. ഒന്ന് ട്രഡീഷണൽ അപ്രോച്ച്, പരമ്പരാഗത സമീപനം. മറ്റൊന്ന് മോഡേൺ അപ്രോച്ച്, ആധുനിക സമീപനം. പരമ്പരാഗത സമീപനങ്ങളിൽ 4 സമീപനമാണുള്ളത്. പ്രധാനമായിട്ടും 4 സമീപനമാണുള്ളത്. ഒന്ന് ഹിസ്റ്റോറിക്കൽ, മറ്റൊന്ന് ഫിലോസഫിക്കൽ, മറ്റൊന്ന് ഇൻസ്റ്റിറ്റ്യൂഷണൽ, മറ്റൊന്ന് ലീഗൽ അപ്രോച്ചുകളാണ് പരമ്പരാഗത ട്രഡീഷണൽ അപ്രോച്ചിലുള്ളത്. ആധുനികമായ അപ്രോച്ചിലുള്ളത്, മോഡേൺ അപ്രോച്ചിലുള്ളത് ഒരുപാട് അപ്രോച്ചുകളുണ്ട്. പ്രധാനമായിട്ടും നമുക്കിവിടെ പഠിക്കാനുള്ളത് ബിഹേവിയറൽ അപ്രോച്ചും പോസ്റ്റ് ബിഹേവിയറൽ അപ്രോച്ചും ആണ് ഇവിടെ പ്രധാനമായിട്ടും പഠിക്കാനുള്ളത്. അതുപോലെ സിസ്റ്റം അപ്രോച്ചുണ്ട്, സ്ട്രക്ചറൽ അപ്രോച്ചുണ്ട്. അങ്ങനെ തുടങ്ങിയിട്ട് ഒരുപാട് അപ്രോച്ചുകൾ മോഡേൺ അപ്രോച്ചിലും ഉണ്ട്. എന്തായാലും നമുക്ക് പ്രധാനമായും പഠിക്കാനുള്ള അപ്രോച്ചുകളാണ് നമ്മൾ പറയുന്നത്. ഈ വീഡിയോയിൽ നമ്മൾ പറയുന്നത് പരമ്പരാഗത സമീപനങ്ങളെക്കുറിച്ചാണ്, ട്രഡീഷണൽ അപ്രോച്ചുകളെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ നമ്മൾ പറയുന്നത്. ആദ്യമായി എന്താണ് ട്രഡീഷണൽ അപ്രോച്ച് എന്നാണ് നോക്കുന്നത്. ട്രഡീഷണൽ അപ്രോച്ച് എന്ന് പറയുന്നത് പൊളിറ്റിക്കൽ സയൻസ് പഠനത്തിനായുള്ള പരമ്പരാഗത സമീപനം രാഷ്ട്രീയ വ്യവസ്ഥകൾ, രാഷ്ട്രീയ സ്ഥാപനങ്ങൾ, രാഷ്ട്രീയ പെരുമാറ്റങ്ങൾ എന്നിവ വിശകലനം ചെയ്യുന്നതിനും മനസ്സിലാക്കുന്നതിനുമുള്ള ക്ലാസിക്കൽ രീതിയാണ്. ഒരു ട്രഡീഷണൽ രീതിയാണ് ഈ ട്രഡീഷണൽ അപ്രോച്ച് എന്ന് പറയുന്നത്. പരമ്പരാഗത പൊളിറ്റിക്കൽ സയൻസിൽ പണ്ഡിതന്മാർ രാഷ്ട്രീയ ആശയങ്ങളെയും സംവിധാനങ്ങളെയും ധാർമ്മികമായ തത്വങ്ങളെ അടിസ്ഥാനമാക്കി വിലയിരുത്തുകയാണ് ചെയ്യുന്നത്. നീതിയും ന്യായവും പൊതുനന്മയും കൈവരിക്കുന്നതിന് രാഷ്ട്രീയ സംവിധാനങ്ങൾ എങ്ങനെ പ്രവർത്തിക്കണം എന്നതിനെക്കുറിച്ചുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകാനാണ് ഈ അപ്രോച്ച് ശ്രമിക്കുന്നത്. പരമ്പരാഗത പൊളിറ്റിക്കൽ സയൻസ് പലപ്പോഴും ഗവൺമെൻറ്റുകൾ, നിയമനിർമ്മാണ സഭകൾ, നിയമവ്യവസ്ഥകൾ തുടങ്ങിയ രാഷ്ട്രീയ സ്ഥാപനങ്ങളുടെ ഔപചാരിക ഘടനകളിലും പ്രവർത്തനങ്ങളിലും മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. ഈ ഔപചാരിക സ്ഥാപനങ്ങൾ എങ്ങനെയാണ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്, അവ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്, സമൂഹത്തിൽ അവ ചെലുത്തുന്ന സ്വാധീനം എന്താണ് എന്നതാണ് ഈ അപ്രോച്ചിൻ്റെ പ്രധാന ഫോക്കസ്. ഇനി നമുക്ക് പരമ്പരാഗത സമീപനത്തിലെ 4 പ്രധാനപ്പെട്ട സമീപനങ്ങളെയും നമുക്ക് പരിശോധിക്കാം. ആദ്യമായിട്ട് ഹിസ്റ്റോറിക്കൽ അപ്രോച്ച്. ചരിത്രപരമായ സംഭവങ്ങളും മുൻകാല രാഷ്ട്രീയ തത്വചിന്തകരുടെ ചിന്തകളും വിശകലനം ചെയ്തുകൊണ്ട് രാഷ്ട്രീയ സിദ്ധാന്തങ്ങളുടെയും ആശയങ്ങളുടെയും വികാസം പരിശോധിക്കുന്നതാണ് പൊളിറ്റിക്കൽ സയൻസ് പഠനത്തിൻ്റെ ചരിത്രപരമായ സമീപനം എന്ന് പറയുന്നത്. ഈ സമീപനം രാഷ്ട്രീയ ചിന്തയുടെ പരിണാമവും രാഷ്ട്രീയ ആശയങ്ങളിൽ ചരിത്രപരമായ സന്ദർഭത്തിൻ്റെ സ്വാധീനവും മനസ്സിലാക്കാൻ ശ്രമിക്കുന്നു. ചരിത്രത്തിലുടനീളം രാഷ്ട്രീയ ആശയങ്ങൾ, രാഷ്ട്രീയ വ്യവസ്ഥകൾ, രാഷ്ട്രീയ സ്ഥാപനങ്ങൾ എന്നിവ എങ്ങനെ വികസിച്ചു വന്നു എന്ന് മനസ്സിലാക്കാൻ ഈ സമീപനം ശ്രമിക്കുന്നു. ഈ സമീപനത്തിലെ പ്രമുഖ വ്യക്തികളാണ് പൊളിറ്റിക്കൽ സയൻസിലെ പ്രമുഖ ചിന്തകരായ സബീൻ, ഓഷോട്ട്, മാക്യവെല്ലി, മൊണ്ടസ്ക്യൂ തുടങ്ങിയവർ.
അവരുടെ സിദ്ധാന്തങ്ങൾ ചരിത്രപരമായ വിശകലനത്താൽ വളരെയധികം സ്വാധീനിക്കപ്പെട്ടതാണ്. ഉദാഹരണത്തിന് ജോർജ് എച്ച് സെബീൻ്റെ എ ഹിസ്റ്ററി ഓഫ് പൊളിറ്റിക്കൽ തിയറി എന്ന പുസ്തകം പുരാതന ഗ്രീസ് മുതൽ ഫാസിസവും നാസിസവും വരെയുള്ള രാഷ്ട്രീയ ചിന്തയുടെ ചരിത്രത്തെക്കുറിച്ചുള്ള പരിണാമത്തിൻ്റെ സമഗ്രമായ വിവരം നൽകുന്നുണ്ട്. അങ്ങനെ ചരിത്രപരമായ സംഭവങ്ങളും മുൻകാല രാഷ്ട്രീയ തത്വചിന്തകരുടെ ചിന്തകളും വിശകലനം ചെയ്തുകൊണ്ട് രാഷ്ട്രീയ സിദ്ധാന്തങ്ങളുടെയും ആശയങ്ങളുടെയും വികാസവും പരിണാമവും അത് നടത്തുന്ന പ്രവർത്തനങ്ങളും പരിശോധിക്കുന്നതാണ് പൊളിറ്റിക്കൽ സയൻസ് പഠനത്തിൻ്റെ ചരിത്രപരമായ സമീപനം എന്ന് പറയുന്നത്. ചരിത്രപരമായ സമീപനത്തെ ചില പണ്ഡിതന്മാർ വിമർശിക്കുന്നുണ്ട്. പൊളിറ്റിക്കൽ സയൻസിൻ്റെ പഠനത്തിൽ ചരിത്രപരമായ സമീപനത്തിന് പരിമിതികളുണ്ടെന്ന് അവർ വാദിക്കുന്നു. ആധുനിക ലോകത്തിൻ്റെ സങ്കീർണമായ പ്രശ്നങ്ങൾ മനസ്സിലാക്കാൻ ചരിത്രപരമായ വീക്ഷണത്തിലൂടെ മനസ്സിലാക്കാൻ സാധ്യമല്ലെന്ന് അവർ പറയുന്നു. ഈ വിമർശനങ്ങൾക്കിടയിലും സമകാലിക രാഷ്ട്രീയ വെല്ലുവിളികളെ അഭിമുഖീകരിക്കുന്നതിനുള്ള തത്വങ്ങളുടെ ഉറവിടമെന്ന നിലയിൽ ചരിത്രപരമായ സമീപനത്തിൽ പ്രസക്തിയുണ്ടെന്ന് ഇതിൻ്റെ വക്താക്കൾ വിലയിരുത്തുന്നു. ഇനി നമ്മൾ നോക്കുന്നത് ഫിലോസഫിക്കൽ അപ്രോച്ചാണ്. രാഷ്ട്രം, ഗവൺമെൻറ്, അധികാരം, സമൂഹം എന്നിവയെക്കുറിച്ചുള്ള പൊളിറ്റിക്കൽ സയൻസിൻ്റെ അടിസ്ഥാനപരമായ ചോദ്യങ്ങൾക്ക് തത്വചിന്തയുടെ ലെൻസിലൂടെ പരിശോധിക്കുന്നതാണ് തത്വശാസ്ത്രപരമായ സമീപനം. രാഷ്ട്രീയ സംവിധാനങ്ങളെയും രാഷ്ട്രീയ പ്രവർത്തനങ്ങളെയും രൂപപ്പെടുത്തുന്ന അടിസ്ഥാന തത്വങ്ങളും ആശയങ്ങളും തത്വചിന്തയുടെ അടിസ്ഥാനത്തിൽ മനസ്സിലാക്കാൻ ഈ സമീപനം ശ്രമിക്കുന്നു. പൊളിറ്റിക്കൽ സയൻസിലെ തത്വശാസ്ത്രപരമായ സമീപനം പലപ്പോഴും രാഷ്ട്രീയ തീരുമാനങ്ങൾ, രാഷ്ട്രീയ നയങ്ങൾ, രാഷ്ട്രീയ പ്രവർത്തനങ്ങൾ എന്നിവയുമായി ബന്ധപ്പെട്ട ധാർമ്മിക പ്രതിസന്ധികളെ അഭിസംബോധന ചെയ്യുന്നു. രാഷ്ട്രീയ പ്രതിഭാസങ്ങളെ വിലയിരുത്തുന്നതിന് ധാർമ്മിക മൂല്യങ്ങൾക്ക് അടിസ്ഥാനത്തിലായിരിക്കണമെന്നാണ് തത്വശാസ്ത്രപരമായ സമീപനത്തിൻ്റെ അടിസ്ഥാന വീക്ഷണം. രാഷ്ട്രീയ സമൂഹങ്ങളെ വിലയിരുത്തുന്നതിന് മൂല്യങ്ങൾ അനിവാര്യവും അടിസ്ഥാനവുമാണെന്ന് ഈ വീക്ഷണം ഊന്നിപ്പറയുന്നു. ഈ സമീപനത്തിലെ പ്രമുഖ വ്യക്തികളാണ് ഐസായ ബെർലിൻ, ലിയോ സ്ട്രോസ് തുടങ്ങിയ രാഷ്ട്രീയ തത്വചിന്തകർ. രാഷ്ട്രീയ സമൂഹത്തിൽ ധാർമ്മിക അടിത്തറ സ്ഥാപിക്കാനും സ്വാതന്ത്ര്യം, ധാർമ്മികത, നീതി തുടങ്ങിയ ആശയങ്ങൾ പ്രചരിപ്പിക്കാനും ഇവർ ശ്രമിച്ചു. മൊത്തത്തിൽ തത്വശാസ്ത്രപരമായ സമീപനം രാഷ്ട്രീയ ഘടനകൾക്കും പ്രവർത്തനങ്ങൾക്കും അടിവരയിടുന്ന ആഴത്തിലുള്ള മൂല്യങ്ങളും തത്വങ്ങളും ആശയങ്ങളും മനസ്സിലാക്കുന്നതിനുള്ള ഒരു ചട്ടക്കൂട് നൽകിക്കൊണ്ട് പൊളിറ്റിക്കൽ സയൻസിൻ്റെ പഠനത്തെ സമ്പന്നമാക്കുന്നു. രാഷ്ട്രീയ പ്രശ്നങ്ങളുടെയും സംവിധാനങ്ങളുടെയും കർശനവും പ്രതിഫലനപരവുമായ വിശകലനത്തിൽ ഏർപ്പെടാൻ പണ്ഡിതന്മാരെയും വിദ്യാർത്ഥികളെയും ഇത് പ്രാപ്തമാക്കുന്നു. ഏതായാലും രാഷ്ട്രീയ സംവിധാനങ്ങളെ തത്വശാസ്ത്രത്തിൻ്റെ അടിസ്ഥാനത്തിൽ വിലയിരുത്തുന്നതാണ് ഈ ഫിലോസഫിക്കൽ അപ്രോച്ച് എന്ന് പറയുന്നത്. ഇനി നമ്മൾ പറയുന്നത് ഇൻസ്റ്റിറ്റ്യൂഷണൽ അപ്രോച്ചാണ്, സ്ഥാപനപരമായ സമീപനം. പൊളിറ്റിക്കൽ സയൻസിൻ്റെ പഠനത്തിൽ ഔപചാരിക രാഷ്ട്രീയ സ്ഥാപനങ്ങളുടെ അടിസ്ഥാനത്തിൽ വിശകലനം ചെയ്യുന്ന ഒരു സമീപനമാണ് ഇൻസ്റ്റിറ്റ്യൂഷണൽ അപ്രോച്ച് എന്ന് പറയുന്നത്. രാഷ്ട്രീയ പ്രക്രിയകളെയും രാഷ്ട്രീയ പെരുമാറ്റങ്ങളെയും രൂപപ്പെടുത്തുകയും സ്വാധീനിക്കുകയും ചെയ്യുന്ന ഔപചാരിക രാഷ്ട്രീയ ഘടനകൾ, രാഷ്ട്രീയ സംഘടനകൾ, രാഷ്ട്രീയ സ്ഥാപനങ്ങൾ എന്നിവയിൽ ഈ സമീപനം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. രാഷ്ട്രീയ സ്ഥാപനങ്ങൾ എങ്ങനെ പ്രവർത്തിക്കുന്നു, തീരുമാനമെടുക്കുന്നതിൽ അവ എങ്ങനെ സ്വാധീനം ചെലുത്തുന്നു, വിവിധ സ്ഥാപനങ്ങളും സംഘടനകളും എങ്ങനെ സമൂഹത്തെ സ്വാധീനിക്കുന്നു എന്ന് മനസ്സിലാക്കാൻ ഈ സമീപനം ശ്രമിക്കുന്നു. സ്ഥാപനപരമായ സമീപനം പിന്തുടരുന്ന രാഷ്ട്രീയ ചിന്തകർ രാഷ്ട്രീയ സ്ഥാപനങ്ങളായ ഗവൺമെൻറ്റിൻ്റെ വിവിധ ശാഖകൾ, ലെജിസ്ലേറ്റീവ്, എക്സിക്യൂട്ടീവ്, ജുഡീഷ്യറി തുടങ്ങിയ ഗവൺമെൻറ് ശാഖകൾ, അതുപോലെ ഗവൺമെൻറ്റിൻ്റെ വിവിധ തലങ്ങൾ, ഫെഡറൽ സ്റ്റേറ്റ്, യൂണിറ്ററി സ്റ്റേറ്റ് തുടങ്ങിയ തലങ്ങൾ, അതുപോലെ വിവിധ തരത്തിലുള്ള ഗവൺമെൻറ്റുകൾ, രാജവാഴ്ച, അതുപോലെ ജനാധിപത്യം, അതുപോലെ മിലിറ്ററി ഗവൺമെൻറ്, അങ്ങനെ തുടങ്ങിയിട്ടുള്ള വിവിധ തരത്തിലുള്ള ഗവൺമെൻറ്റുകൾ, ഗവൺമെൻറ് സംവിധാനങ്ങൾ എന്നിവ പരിശോധിക്കുന്നതിലാണ് ഇൻസ്റ്റിറ്റ്യൂഷണൽ അപ്രോച്ച് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. ഈ സമീപനത്തിലെ പ്രമുഖ വ്യക്തികളാണ് മൗറിസ് ഡുവാങ്കർ, ആർതർ ബെൻലി, ഹെർമൻ ഫിനർ തുടങ്ങിയ രാഷ്ട്രീയ തത്വചിന്തകർ.
രാഷ്ട്രീയ സ്ഥാപനങ്ങൾ എങ്ങനെയാണ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്, അവ എങ്ങനെയാണ് സമൂഹത്തിൽ ഇടപഴകുന്നത്, രാഷ്ട്രീയ ഫലങ്ങൾ അവ എങ്ങനെ ബാധിക്കുന്നു തുടങ്ങിയ സ്ഥാപനപരമായ കാര്യങ്ങൾക്ക് അടിസ്ഥാനത്തിൽ പൊളിറ്റിക്കൽ സയൻസിനെ വിവരിക്കുന്നതാണ് ഈ സമീപനത്തിൻ്റെ സവിശേഷത. ഇപ്പോൾ ഉദാഹരണത്തിന് ഇന്ത്യയുടെ രാഷ്ട്രീയ സംവിധാനങ്ങളെക്കുറിച്ച് പഠിക്കുകയാണെങ്കിൽ, ഇന്ത്യയുടെ രാഷ്ട്രീയത്തെക്കുറിച്ച് വിലയിരുത്തുകയാണെങ്കിൽ പൊളിറ്റിക്കൽ സയൻസിൽ സ്ഥാപനപരമായ സമീപനത്തിൻ്റെ ആളുകൾ ചെയ്യുക സ്വാഭാവികമായിട്ടും ഇന്ത്യയിലെ ഔദ്യോഗിക ഗവൺമെൻറ് സംവിധാനങ്ങളുടെ ഗവൺമെൻറ് ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ അടിസ്ഥാനത്തിൽ ലെജിസ്ലേച്ചറിൻ്റെയും എക്സിക്യൂട്ടീവിൻ്റെയും ജുഡീഷ്യറിയുടെയും പ്രവർത്തനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ത്യൻ രാഷ്ട്രീയത്തെ വിലയിരുത്തുന്നതാണ് ഇൻസ്റ്റിറ്റ്യൂഷണൽ അപ്രോച്ച് ചെയ്യുന്നത്. അപ്പോൾ പൊളിറ്റിക്കൽ സയൻസിൽ ഏതൊരു രാഷ്ട്രീയ സംവിധാനത്തിൻ്റെയും ഔപചാരിക സ്ഥാപനങ്ങൾക്ക് അടിസ്ഥാനത്തിൽ വിലയിരുത്തുന്നതാണ് ഇൻസ്റ്റിറ്റ്യൂഷണൽ അപ്രോച്ച് എന്ന് പറയുന്നത്. ചുരുക്കത്തിൽ പൊളിറ്റിക്കൽ സയൻസിലെ സ്ഥാപനപരമായ സമീപനം ഔപചാരിക സർക്കാർ സ്ഥാപനങ്ങൾ, അവയുടെ പ്രവർത്തനങ്ങൾ, രാഷ്ട്രീയ സംവിധാനങ്ങളിലും സമൂഹങ്ങളിലും അവയുടെ സ്വാധീനം എന്നിവയെ സൂക്ഷ്മമായിട്ട് പരിശോധിക്കുന്നു. ഇത് പ്രാഥമികമായി രാഷ്ട്രീയത്തിൻ്റെ സംഘടനാപരവും ഘടനാപരവുമായ വശങ്ങൾ വിവരിക്കുന്നതിലും മനസ്സിലാക്കുന്നതിലും പ്രാധാന്യം നൽകുന്നു. ഇതാണ് ഇൻസ്റ്റിറ്റ്യൂഷണൽ അപ്രോച്ച് എന്ന് പറയുന്നത്. ഇനി നമ്മൾ നോക്കുന്നത് ലീഗൽ അപ്രോച്ചാണ്. പൊളിറ്റിക്കൽ സയൻസ് പഠനത്തിൽ ഒരു രാഷ്ട്രീയ സംവിധാനത്തിലെ നിയമപരവും ഭരണഘടനാപരവുമായ ലെൻസിലൂടെ പരിശോധിക്കുന്നതാണ് നിയമപരമായ ലീഗൽ അപ്രോച്ച് എന്ന് പറയുന്നത്. രാഷ്ട്രീയ സംവിധാനങ്ങളെയും ഗവൺമെൻറ്റുകളെയും മനസ്സിലാക്കുന്നതിലും രാഷ്ട്രീയ പ്രക്രിയകളും പ്രവർത്തനങ്ങളും രൂപപ്പെടുത്തുന്നതിലും നിയന്ത്രിക്കുന്നതിലും നിയമങ്ങൾ, ഭരണഘടനകൾ, നിയമസ്ഥാപനങ്ങൾ എന്നിവയുടെ പങ്ക് പരിശോധിക്കുന്നത് ഈ അപ്രോച്ചിൽ ഉൾപ്പെടുന്നു. ഈ സമീപനം രാഷ്ട്രീയ സംവിധാനത്തിൽ നിയമങ്ങളുടെ പങ്കിനും ഭരണഘടനാ ചട്ടക്കൂടിനും ശക്തമായ ഊന്നൽ നൽകുന്നു. എക്സിക്യൂട്ടീവ്, ലെജിസ്ലേച്ചർ, ജുഡീഷ്യറി തുടങ്ങിയ വിവിധ ഗവൺമെൻറ് സംവിധാനങ്ങൾ നിയമപരമായി എങ്ങനെ രൂപപ്പെട്ടു വന്നുവെന്നും അതെങ്ങനെയാണ് പ്രവർത്തിക്കുന്നുവെന്നും പരിശോധിക്കുന്നു. ഔപചാരിക നിയമചട്ടക്കൂടിൻ്റെ അടിസ്ഥാനത്തിൽ പൊളിറ്റിക്കൽ സയൻസ് പഠനം നടത്തുന്നതാണ് ഈ സമീപനം. ബ്രിട്ടീഷ് നിയമജ്ഞനും ഭരണഘടനാ സൈദ്ധാന്തികനുമായ AV ഡൈസിയാണ് ഈ സമീപനത്തിൻ്റെ പ്രധാന വക്താവ്. അപ്പോൾ ലീഗൽ അപ്രോച്ച് എന്ന് പറയുന്നത് ഒരു രാഷ്ട്രീയ സംവിധാനത്തെക്കുറിച്ചുള്ള പഠനത്തിൽ ആ രാഷ്ട്രീയ സംവിധാനത്തിലെ നിയമവ്യവസ്ഥകളുടെ അടിസ്ഥാനത്തിൽ നിയമവ്യവസ്ഥകൾ എങ്ങനെ പ്രവർത്തിക്കുന്നു എന്ന് വിലയിരുത്തിക്കൊണ്ട് ആ രാഷ്ട്രീയ സമൂഹത്തെക്കുറിച്ച് പഠിക്കുന്നതാണ്, അല്ലെങ്കിൽ വീക്ഷണം നടത്തുന്നതാണ് ഈ ലീഗൽ അപ്രോച്ച് എന്ന് പറയുന്നത്. ഇന്ത്യയിലെ രാഷ്ട്രീയ സംവിധാനത്തെക്കുറിച്ച് പഠിക്കുകയാണെങ്കിൽ ഇന്ത്യയുടെ നിയമപരമായ പ്രവർത്തനങ്ങളുടെ അടിസ്ഥാനത്തിൽ ഇന്ത്യയിലെ രാഷ്ട്രീയ സംവിധാനങ്ങളെ മനസ്സിലാക്കുന്നതാണ് ലീഗൽ അപ്രോച്ച് എന്ന് പറയുന്നത്. ഒരു രാഷ്ട്രീയ സംവിധാനത്തിലെ നിയമ സംവിധാനത്തിൻ്റെ പ്രവർത്തനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ആ രാഷ്ട്രീയ സംവിധാനങ്ങൾ എങ്ങനെ പ്രവർത്തിക്കുന്നു എന്ന് വിലയിരുത്തുന്നതാണ് ലീഗൽ അപ്രോച്ച് ചെയ്യുന്നത്. നിയമപരമായ സമീപനം ഒരു ഗവൺമെൻറ്റിൻ്റെയും അതിൻ്റെ സ്ഥാപനങ്ങളുടെയും പ്രവർത്തനത്തെക്കുറിച്ച് വിലപ്പെട്ട ഉൾക്കാഴ്ചകൾ നൽകുമ്പോൾ അതിന് പരിമിതികളും ധാരാളമുണ്ട്. ഔപചാരിക നിയമചട്ടക്കൂടിന് പുറത്ത് പ്രവർത്തിക്കുന്ന സങ്കീർണമായ രാഷ്ട്രീയ ശക്തികൾ, രാഷ്ട്രീയ പെരുമാറ്റങ്ങൾ, രാഷ്ട്രീയ ചലനാത്മകത എന്നിവയെ ഇത് പൂർണ്ണമായും നിരാകരിക്കുന്നു. രാഷ്ട്രീയത്തിലെ അനൗപചാരിക പവർ ഡൈനാമിക്സിനെ, പൊതുജനാഭിപ്രായത്തെ, തൽപര ഗ്രൂപ്പുകളെ, ഇൻട്രസ്റ്റ് ഗ്രൂപ്പുകളെ, അതുപോലെ നിയമപ്രകാരം പൂർണ്ണമായും നിയന്ത്രിക്കപ്പെടാത്ത മറ്റു ഘടകങ്ങൾ എന്നിവ ഉൾപ്പെടുന്നില്ല. ഇത് നിരാകരിക്കുന്നത് ഈ സമീപനത്തിൻ്റെ പരിമിതിയാണ്. രാഷ്ട്രീയ സമൂഹത്തിൽ നിയമപരമായ ചട്ടക്കൂടിന് പുറത്തുള്ള ജനങ്ങളുടെ വോട്ടിംഗ് ബിഹേവിയറുണ്ട്, ജനങ്ങളുടെ പൊതുജനാഭിപ്രായങ്ങളുണ്ട്, ജനങ്ങളുടെ സാമൂഹ്യ ജീവിതമുണ്ട്. ഇതിനെയെല്ലാം നിരാകരിക്കുന്നതാണ് ലീഗൽ അപ്രോച്ച് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇതിന് വലിയ പരിമിതി ഉണ്ടെന്ന് പറയുന്നു. ഈ പരിമിതികൾക്കിടയിലും ഭരണഘടനാപരവും അന്തർദേശീയവുമായ സമൂഹങ്ങളെക്കുറിച്ചുള്ള പഠനം മിക്ക രാജ്യങ്ങളുടെയും സാമൂഹികവും രാഷ്ട്രീയവുമായ ജീവിതത്തിൽ അത്യന്തോപാക്ഷിതമാണ്. രാഷ്ട്രീയ പ്രവർത്തനങ്ങൾ മനസ്സിലാക്കുന്നതിനും വ്യാഖ്യാനിക്കുന്നതിനുമുള്ള ഒരു നിർണായക റഫറൻസ് പോയിൻ്റായിട്ട് ലീഗൽ അപ്രോച്ച് പ്രവർത്തിക്കുന്നു. ഇത്രയുമാണ് ട്രഡീഷണൽ അപ്രോച്ചിൻ്റെ ഭാഗത്ത് പറയാനുള്ളത്. ഇനി നമുക്ക് മോഡേൺ അപ്രോച്ച് പറയാനുണ്ട്. അത് നമുക്ക് അടുത്ത വീഡിയോയിൽ പറയാം.